കല്ലാത്തൂർ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇച്ചിരി ഞണ്ട് കിട്ടി. അപ്പോൾ തേങ്ങ അരച്ചുള്ള ഒരു ഞണ്ട് കറിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ചേരുവകൾ എന്തൊക്കെയെന്ന് കാണാം. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കൊച്ചുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 കണ്ടം വെളുത്തുള്ളി, പെരിഞ്ചീരകം. നമുക്ക് അരപ്പടിച്ച് വെച്ചിട്ടേ ഞണ്ട് പൊളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് വെള്ളമായിപ്പോവും. അതുകൊണ്ട് നമുക്ക് തേങ്ങ ഇട്ട് ശകലം മുളക് പൊടി ഇട്ട് നല്ല കറിയാണ്. ചോറ് തിന്നാൻ നല്ലതാണ്. നല്ല എരിയും കുരുമുളകിൻ്റെയും മസാല വയ്ക്കുന്നതിനേക്കാളും നല്ലതാണ്. കുരുമുളക് 1 സ്പൂൺ ഇട്ട്, പൊടി 1 സ്പൂൺ കുരുമുളക് ഇട്ട്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും, നല്ല ജീരകം, പെരുംജീരകം, തെറ്റിപ്പോയി, പെരുംജീരകം, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചിട്ടുണ്ട്. ഈ അരപ്പടിച്ച് വെച്ചിട്ടേ ഞണ്ട് പൊട്ടിക്കാൻ പറ്റും. കണ്ട, ഈ പരുവത്തിൽ വേണം അരപ്പടിക്ക്. പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടപ്പോൾ അരപ്പിന് തന്നെ ഒരു മണമാണ്. അത് വെന്തങ്ങോട്ട് വരുമ്പോഴും അതിനേക്കാൾ മണമാണ്. ഞണ്ട് പൊട്ടിക്കാം ഇനി നമുക്ക്. ഇതാ ഞണ്ട്. ഈ ഞണ്ട്, ഇത്രയും ഞണ്ടിനുള്ള അരപ്പാണ് അത്. ഇനി നമുക്ക് ഞണ്ട് പൊട്ടിച്ചിട്ട് പാകപ്പെടുത്തുന്നത് കാണിക്കാം. ഇതൊക്കെയാണ്. ഇത് നമുക്ക് അരപ്പി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞണ്ട് വറക്കി വെക്കുന്ന ചട്ടിക്കകത്തിട്ട് അരപ്പ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ എരിയുണ്ട് കേട്ടോ. കാര്യം കുരുമുളക് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചേർത്തിട്ടുണ്ട്. കാണുമ്പോൾ ആളുകൾ വിചാരിക്കും അരപ്പ് വെളുത്തിരിക്കുന്നു. 2 പച്ചമുളക് നെടുവരെ അരിഞ്ഞത്, കരിയാപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വിരവി. ഈ പച്ചമുളകും കൂടെ വെന്ത് വരുമ്പോൾ ഇതിൽ നല്ല എരി കാണും. ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറങ്ങ് മാറും. നല്ല എരിയും ഇതുമായിരിക്കും. തീ കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തേങ്ങാക്കറിയിൽ വെച്ചാൽ കൊച്ചു പിള്ളേർക്കും കൊടുക്കാം. അപ്പം മൂടി വെച്ച് അടച്ച് വെന്ത് വരട്ടെ. നോക്കാം. തിളച്ച് പറ്റി ഇങ്ങനെ വരുന്നുണ്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം പറ്റി വരണം. ഇങ്ങനെ വെച്ചാൽ കൊച്ചു മക്കൾക്കും കൊടുക്കാം. എൻ്റെ ചെറുമക്കൾക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. മസാല വെച്ചാൽ അവർ കഴിക്കത്തില്ല. അവർ പറയും ചുണ്ടൊക്കെ നീറുന്ന്, കടിച്ചു പൊട്ടിക്കാൻ വയ്യ. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഈ അരപ്പൂട്ടി ചോറും തിന്നാം, നല്ലൊരു മണവും. ഞണ്ട് കറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും.